ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ ദുൽഖർ സൽമാന്റെ കാറുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കൂടുതൽ അന്വേഷണത്തിന്. സംശയനിഴലിലായ 2 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും. ദുൽഖർ ഉൾപ്പെടെ വാഹന ഉടമകളോട് ഉടൻ വിശദീകരണം തേടാനും തീരുമാനമുണ്ട്. നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്ത കസ്റ്റംസ് 6 വാഹനങ്ങളുടെ വിവരങ്ങൾ തേടി. ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തത് കസ്റ്റംസിന് പുറമെ ഇഡിയും GST വകുപ്പും പരിശോധിക്കും. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായുള്ള കസ്റ്റംസ് പരിശോധനയിൽ തന്റെ ഒരു കാർ മാത്രമാണ് പിടികൂടിയതെന്ന് അമിത് ചക്കാലക്കൽ പറഞ്ഞു. താൻ കാർ കള്ളക്കടത്തുകാരനല്ലെന്നും അമിത് ന്യൂസ് 18നോട് വ്യക്തമാക്കി. നമുക്കൊപ്പം നടൻ അമിത് ചക്കാലക്കൽ കൂടി ചേരുന്നു. അമിത്തിന്റെ പക്കൽ നിന്ന് 7 വാഹനങ്ങൾ നോട്ടീസ് നൽകിയെന്നെല്ലാം തന്നെയാണ് പറയുന്നത്. എന്തായാലും വാസ്തവം എൻ്റെ ഒരു വാഹനമാണ്. ആ വാഹനം ഞാൻ പേഴ്സണലി ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ മുമ്പത്തെ ഓണേഴ്സും ഇത് 1999 രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. അപ്പോൾ ഇന്നലെ RT ഓഫീസർ വന്നപ്പോഴും അവരതിൻ്റെ രജിസ്ട്രേഷൻ വെരിഫൈ ചെയ്തു, ഷാസി നമ്പറിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്തെന്നുള്ള വെരിഫൈ ചെയ്തു, എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം ജെന്യുവനാണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളത്, എൻ്റെ വാഹനം. ബാക്കി ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ ടെക്നിക്കൽ വർക്കിന് വേണ്ടി എൻ്റെ വീടിനടുത്ത് ഗരാജിൽ വന്നതാണ്. അപ്പോൾ അത് എൻ്റെ കെയർ ഓഫിൽ വന്നതായതുകൊണ്ട് ഗരാജിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഗരാജ് ഓണർ പറഞ്ഞു ഇന്ന ആളുടെ കെയർ ഓഫിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ കെയർ ഓഫിൽ എന്നോട് ഈ പറയുന്ന വാഹനങ്ങളുടെ ഉടമയിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്, എൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല, ഒറ്റ വാഹനമേ ഉള്ളൂ. ആ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സാണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയെല്ലാം അതാത് ഓണേഴ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ അറിയിച്ചു. അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വാഹനങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഇൻവോയ്സ് ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇനി അതിൻ്റെ ഓണേഴ്സ് കൊണ്ടു ചെല്ലണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ കെയർ ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ്കസ്ലി അവർ ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കാനായിട്ടാക്കാമെന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. കാര്യം അതിനെല്ലാം അതാത് ഓണേഴ്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ അമിത്തിന്റെ കയ്യിൽ നിന്ന് എടുത്ത വാഹനങ്ങൾ അതിൻ്റെ ഡോക്യുമെന്റ്സും എല്ലാം തന്നെ ഈ 10 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. നമ്മൾ 10 ദിവസം സമയത്തിനുള്ളിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് വന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിന് ആ ഷോറൂമിൽ നിന്നെല്ലാം എല്ലാം അതിൻ്റെ ഇൻവോയ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും അതിൻ്റെ പ്രോബ്ലം ഇല്ല. അല്ലാത്ത വാഹനങ്ങൾ ഏകദേശം 99-ലും 2000-ലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ്. അപ്പോൾ ഇനി ആ രജിസ്ട്രേഷൻ യാതൊരുവിധ തട്ടിപ്പോടെ ചെയ്തല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ അത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അവർ വണ്ടി വിട്ടു തരുള്ളൂ. എൻ്റെ മാത്രമല്ല ഒരു 10-30 സ്ഥലത്ത് ഇന്നലെ പരിശോധന നടന്നിട്ടുണ്ട്, ദുൽഖറിൻ്റെയും പൃഥ്വിയുടെയും ഇവരുടെ ഉൾപ്പെടെ. അപ്പോൾ ആ വാഹനങ്ങളുടെയൊക്കെ ജെനുവിനിറ്റി എന്താണെന്നുള്ളത് കാര്യം അവർക്കും അറിയണം, നമുക്കും നല്ലതാണ്. പക്ഷെ അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ഇനി ഓടേണ്ട വരും. അപ്പോൾ ആ വലിയ കുരിശായി. പക്ഷെ ഇതിൻ്റെ വേറൊരു ടെക്നിക്കൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 6-7 ആൾക്കാർ കടന്നാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് RC ബുക്ക് ഉണ്ടാവുള്ളൂ, ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. പല ആൾക്കാരുടെ അടുത്തും പഴയ വർഷങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതെങ്ങനെ ഇതിനി സോർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഞാനും ചിന്തിക്കണത്. ഒന്നില്ലെങ്കിൽ 10-25 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാൻ തയ്യാറാവണം ഓഫീസേഴ്സ്, മീൻസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ പെടും. ജെന്യുവൻ വണ്ടിയും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ മുന്നാധാരം മറ്റേ ഇതൊക്കെ പറഞ്ഞ പോലെ നമ്മളത് കീപ്പ് ചെയ്യേണ്ട വരും. പക്ഷെ അതിനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊന്ന് സപ്പോർട്ട് ചെയ്ത് MVD നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒരുപാട് നമുക്ക് സമയവും ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിൽ നിന്നും ഒഴിവാകും. 100% ആത്മവിശ്വാസിക്കാരത്തിലുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഹിമാചൽ പ്രദേശിൽ ഒരു വാഹന ഷോറൂമിൽ നിന്നും ഒരു വാഹന വിൽപ്പനക്കാരന് കാർ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് കേരളത്തിലേക്കും അതോടൊപ്പം സിനിമാ താരങ്ങളിലേക്കും എത്തിയത്. ഇവിടെ അമിത് ചക്കാലക്കൽ പൂർണ്ണമായും ഇക്കാര്യം നിഷേധിക്കുന്നുണ്ട്. തൻ്റെ ഒരു കാർ മാത്രമാണ് പിടിച്ചെടുത്തത്, താൻ കാർ കള്ളക്കടത്തുകാരനല്ല. ദുൽഖർ സൽമാൻ്റെ 2 കാറുകൾ, ആഡംബര കാറുകൾ പിടിച്ചെടുക്കാനും തീരുമാനമുണ്ട്. പക്ഷേ ദുൽഖറിൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവർ കബളിപ്പിക്കപ്പെട്ടതാണോ? എന്തായിരിക്കും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൻ്റെ തുടർ നടപടികൾ? ടോമി കേസിൽ കസ്റ്റംസ് ഇപ്പോൾ ഇവരോട് ചില രേഖകൾ ഹാജരാക്കാൻ, അതായത് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ അമിത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അമിത് അദ്ദേഹത്തിൽ നിന്ന് ഒരു വാഹനമാണ് സീസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ ഈ പഴയകാല ഓണർ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതിനോട് ചോദിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് ഉപയോഗിച്ചിരുന്ന 2 പേരുടെ വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അതിന് മുൻപുള്ള വിശദാംശങ്ങൾ കൂടി ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളുകളായിട്ട് അത് ഇന്ത്യയിൽ തന്നെ ഓടുന്ന വണ്ടികളാണ്. അങ്ങനെ ഈ വാഹന ഭ്രമം മൂക്കുന്നവർ പല രീതികളിലും വണ്ടികൾ സ്വന്തമാക്കാറുണ്ട്. അങ്ങനെ ഈ വണ്ടികൾ ഇവിടേക്ക് ഈ വാഹനം കൊണ്ടുവന്നതാണ്. മറ്റ് കാറുകൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹം ഈ വാഹനങ്ങളുടെ വൈവിധ്യ രീതിയിലേക്ക് മാറ്റുന്നത് മോഡിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വളരെയധികം അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മറ്റു പലരോടും ഇത് എവിടെയാണ് ചെയ്യുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങനെ അദ്ദേഹം സജസ്റ്റ് ചെയ്ത റഫറൻസിൽ വന്ന വാഹനങ്ങളാണ് ഇവിടെ കൊച്ചിയിലുള്ള ഗാരേജിലുള്ളതെന്ന് പറയുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം. പക്ഷേ ഇത് സംബന്ധിച്ച് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണമായ രേഖകൾ കൊണ്ടുവരാനാണ്. അപ്പോൾ ഇവരിപ്പോൾ കുഴയ്ക്കുന്നൊരു പ്രശ്നം ഇതിൻ്റെ തൊട്ട് മുൻപുള്ളതോ അതിനു മുൻപുള്ളതായ ഉടമസ്ഥരുടെ വിവരങ്ങൾ മാത്രമാണ് ഇവരുടെ പക്കലുള്ളതെന്ന് പറയുന്നത്. പക്ഷേ ഇതിന് കൃത്യമായും ഇത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇത് ഇന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് നിയമാനുസൃതം കൈമാറിയതാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ മോട്ടോർ വാഹന വകുപ്പ് കൂടി ഇത്തരം കാര്യങ്ങളോട് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത് പൂർണ്ണമായും ഈ നിയമവ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നതാണ്. അതെന്തായാലും അദ്ദേഹത്തിന് അത് കസ്റ്റംസിന് മുൻപിൽ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. ദുൽഖർ സൽമാൻ്റെ കേസിലേക്ക് വരുമ്പോൾ 2 വാഹനങ്ങൾ സംബന്ധിച്ച് നിസാൻ പെട്രോൾ സീരീസിനെ കുറിച്ച് പറയുകയാണ്. അതിലെ 2 വേരിയൻറ്റുകളുണ്ട് അദ്ദേഹത്തിന് സ്വന്തമാണ്. അദ്ദേഹത്തിൻ്റെയും വാഹനഭ്രാന്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ പുതിയ വാഹനങ്ങളല്ല, പഴയ കാലത്തുള്ള ഈ വാഹനങ്ങളാണ് അദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൈമാറിയ വ്യക്തിയിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് 10 ദിവസത്തെ സാവകാശമെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള അന്വേഷണവുമായി നടന്മാരുടെ കേസുകൾ സംബന്ധിയായ കാര്യങ്ങൾ പോവുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു പരിശോധന നടന്നിരുന്നു. അങ്ങനെ പലയിടങ്ങളിൽ നിന്നായിട്ട് കാറുകളുടെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില കാറുകൾക്ക് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള കാറുകളുണ്ട്. കാരണം ഇതൊരു ആൻറ്റിക് പീസ് എന്ന രീതിയിൽ തന്നെ ചിലർ കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിരത്തിലൂടെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തതുണ്ട്, ചിലത് കൊണ്ടുവന്നാൽ സൂക്ഷിക്കാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ ഇതിന് നോട്ടീസ് നൽകിയിട്ട് ഇതിൻ്റെ ഒരു സംരക്ഷണം ഇവരോട് തന്നെ നടത്തണം. ഒപ്പം തന്നെ ഇത് ഉപയോഗിക്കരുത്, ആവശ്യത്തിന് ഇതൊരു തൊണ്ടി മുതൽ എന്ന രീതിയിലെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ കേസിൽ ഈ നടപടികൾ കസ്റ്റംസ് പുരോഗമിക്കുകയാണ്. ഇതിൽ അപ്പോൾ ഒടുവിൽ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് EDയും ഇതിന് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലെത്തിയതായിട്ടുള്ള വിവരങ്ങളും ലഭ്യമാവുന്നുണ്ട്. അപ്പോൾ ഈ വിശദാംശങ്ങൾ ED കൂടി ഇവരിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. ഒപ്പം GST വിഭാഗവും ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ 2 കാര്യങ്ങളുള്ളത്. ഒന്ന് നികുതി വെട്ടിപ്പ് സംബന്ധിയായ കാര്യങ്ങളിൽ, മറ്റൊന്ന് വളരെ ഗുരുതരമായ കാര്യം ഈ കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും കാറുകൾ സ്വന്തമാക്കുന്നതിന് വലിയ രീതിയിൽ തീർച്ചയായും അതാണ് ഡാനി സൂചിപ്പിക്കുന്ന പോലെ ഭൂട്ടാനിൽ നിന്നും ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചുള്ള തട്ടിപ്പിൽ മറ്റ് കേന്ദ്ര ഏജൻസികളും ഈ കേസ് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ്. EDയും GST വകുപ്പും ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നു. ഡാനി, അതായത് ഈ തട്ടിപ്പിൽ വ്യാപകമായ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായി ED രംഗത്ത് വരുന്നു. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് GST വകുപ്പും രംഗത്തെത്തുന്നു. സ്വാഭാവികമായും ഈ കേസിന്റെ അന്വേഷണം ഇനി ഏത് തലങ്ങളിലേക്കായിരിക്കും നീങ്ങുക? ഈ കള്ളപ്പണ ഇടപാട് ഇത് ഈ ഏജൻസികൾ, അതായത് കാർ ഷോറൂമുകൾ നടത്തിയെന്നാണോ, അതോ ഈ വാഹനം വാങ്ങിയവർ ഈ കള്ളപ്പണം ഉപയോഗിച്ച് വാഹനങ്ങൾ സ്വന്തമാക്കിയെന്നാണോ കസ്റ്റംസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായത്? ഇതിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത് ഏത് രീതിയിലാണ് ഈ കൈമാറ്റങ്ങൾ, പണം കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് വസ്തുതാപരമായി വിശദീകരിക്കാൻ കഴിയും. ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ തന്നെയും അത്തരം കാര്യങ്ങൾ പറയുന്നത് തുടക്കത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്ന് പറയുന്നു. ഇതിൽ ഈ കൈമാറ്റം ചെയ്ത സംബന്ധിയായ കാര്യങ്ങളിൽ ഇപ്പോൾ ഇവർ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് അമിത് ചക്കാലക്കലും മറ്റും പറയുന്നത് തങ്ങൾ വാങ്ങിച്ചതാണ്, അതിന് കൃത്യമായ രേഖകളും കാര്യങ്ങളും ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരങ്ങനെയെങ്കിൽ അത്തരം രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് കൈമാറ്റം നടന്നിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് അതിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ഈ കാറുകൾക്ക് വലിയ രീതിയിലുള്ള നികുതി ചുമത്തി തുടങ്ങിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോൾ
അതിനു മുൻപ് ഈ കാറുകൾ കൊണ്ടുവരുന്നത് വലിയ രീതിയിലുള്ള ഈ സാമ്പത്തിക ബാധ്യതകളൊന്നും ഏൽക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നില്ല, വലിയ നികുതികളൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ കാറുകൾ ഇപ്പോഴിവിടെ പൊന്നും വില എന്നെല്ലാം പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം ഇപ്പോൾ ഈ കാറുകൾക്കെല്ലാം നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഇറക്കുമതി ചെയ്യുന്നതിന് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാറുകൾക്ക് അതിൻ്റെ ക്രയവിക്രയങ്ങൾ വലിയ രീതിയിലേക്ക് സാമ്പത്തിക ലാഭമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നിൽക്കുന്ന ഡീലർമാർക്ക് കൃത്യമായും അതറിയാം എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഭൂട്ടാൻ കാറുകൾ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് എത്തിച്ച് ഭൂട്ടാനിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അത് കൃത്യമായും ഒരു ചെയിൻ തന്നെയാണ്, അതിൽ ഒരു സംശയവും അത്തരം കാര്യങ്ങളില്ല. അത് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്ന രീതിയിലടക്കം കണ്ട് പിന്നീട് തീർച്ചയായും ഭൂട്ടാൻ പട്ടാളത്തിന്റെ വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് എത്തിച്ചത്. ഇതാണ് പിടിച്ചെടുത്തെന്നാണ് തുടക്കത്തിൽ പുറത്തു വന്ന വിവരം. ഇത് ഭൂട്ടാൻ പട്ടാളത്തിന്റെ വാഹനം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, ഈ കാർ കള്ളക്കടത്ത് റാക്കറ്റിന് പിന്നിൽ ആരാണ്? ഇത് ഏത് സംസ്ഥാനത്തുള്ള മാഫിയാണെന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇത് നിയമവിരുദ്ധമായിട്ടാണ് എത്തിച്ചതെങ്കിൽ ഇതിൻ്റെ നടപടികൾ എങ്ങനെയാണ്? അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ? ഇത് ആരിലേക്കാണ് ഇപ്പോൾ അന്വേഷണം, പ്രധാനമായും അന്വേഷണം നീങ്ങുന്നത്? ടോം, ഇക്കാര്യത്തിൽ പൂർണ്ണമായും എല്ലാ വാഹനങ്ങളും ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചതാണെന്ന് കരുതുക വയ്യ. കാരണം ഇതെല്ലാം ആഡംബര വാഹനങ്ങളിലെല്ലാം സീരീസിൽപ്പെടുന്ന അങ്ങനെയുള്ള വാഹനങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ അത് മറയാക്കിക്കൊണ്ട് ഈ ലക്ഷറി വാഹനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് ലക്ഷറി വാഹനങ്ങൾ വിദേശത്ത് ഉപയോഗിച്ച് കടത്തുന്നവർ ഈ രീതിയിലൊരു മാർഗം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കസ്റ്റംസ് കരുതുന്നത്. അങ്ങനെ ഈ വരുന്ന വാഹനങ്ങളിൽ ചിലത് ഏറിയ പങ്കും ഒരുപക്ഷെ ആ രീതിയിൽ തന്നെ ആവാം. അത് പല രീതിയിലേക്ക് എത്തുന്നു. ചിലപ്പോൾ അതിൻ്റെ ഭാഗങ്ങളായിട്ട് ഇവിടേക്ക് വരികയും പിന്നീട് അസംബിൾ ചെയ്തെടുക്കുകയും ചെയ്യുന്ന രീതികളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ട ഒരു വിഭാഗമായിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട്. ഇതിൽ സംശയിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു പശ്ചാത്തലമാണ്. കാരണം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം. കൃത്യമായ ഓരോ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റേതായ നികുതിയും അതോടൊപ്പം തന്നെ അനുമതി പത്രങ്ങളും എല്ലാം ഉണ്ടാവും. ഇതില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ അത് ഉണ്ടാക്കിയെടുത്തു എന്നത് ചോദ്യമാണ്. കാരണം അങ്ങനെയെങ്കിൽ അത് അവിടെയാണ് ഈ എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് ആണ് ഈ രീതിയിൽ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചത്. പിന്നീട് ഈ വാഹന തട്ടിപ്പ് നടത്തിയതെന്നാണ് പുറത്തു വന്ന വിവരം. കസ്റ്റംസ് ഇന്നലെ വ്യക്തമാക്കിയത്. ഈ വ്യാജരേഖകൾ ചമച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം അത് കസ്റ്റംസ് ആണോ അത് അന്വേഷിക്കേണ്ടത്, അതോ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൈമാറുമോ? ഈ വ്യാജരേഖകൾ ചമച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം ഇതിൻ്റെ പ്രാഥമിക തലത്തിലുള്ള അന്വേഷണവും അത് ആ രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നിയന്ത്രിക്കുന്ന കസ്റ്റംസ് തന്നെയാണ്. കസ്റ്റംസാണ് ഈ പിടിച്ചെടുത്ത രേഖകളുടെ സൂക്ഷ്മാംശത്തിൽ തന്നെ അത് പരിശോധിക്കുന്നത്. ഒപ്പം അതത് മോട്ടോർ വാഹന വകുപ്പുകളുടെ സഹായവും തേടുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ആധികാരികത സംബന്ധിച്ചും ഈ കൈമാറ്റങ്ങളുടെ പ്രക്രിയയെ സംബന്ധിച്ചും ഏതെങ്കിലും രീതിയിലുള്ള അറിവോ കാര്യങ്ങളോ ഈ മോട്ടോർ വാഹന വകുപ്പിന് വന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം അവരറിയാതെ, മോട്ടോർ വാഹന വകുപ്പ് അറിയാതെയുള്ള കച്ചവടവും കാര്യങ്ങളുമാണെങ്കിൽ അത് നിയമാനുസൃതമല്ല എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ കസ്റ്റംസ് ഈ രേഖകൾ പരിശോധിക്കും. പിന്നീട് മോട്ടോർ വാഹന വകുപ്പിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ ഈ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് വിൽക്കുന്ന രീതികളെല്ലാം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരുപാട് വാഹനങ്ങൾ കാണാറുണ്ട് ഇവിടെ, ഇതര സംസ്ഥാനങ്ങളുടേത് അടക്കമുള്ള വാഹനങ്ങൾ കാണാറുണ്ട്. അത് പല രീതിയിലുള്ള രജിസ്ട്രേഷൻ സമ്പ്രദായമുണ്ട്. അവിടെ ഉടമസ്ഥാവകാശമുള്ള ഏതെങ്കിലും ഒരു ഓഫീസോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് വരാവുന്നതാണ്. അല്ല, സ്ഥിരമായി ഇവിടെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിശ്ചയമായും അത് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിനെ അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിയമലംഘനത്തിനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പ്രാഥമികമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. തീർച്ചയായും അതിന് GST വകുപ്പും അതോടൊപ്പം തന്നെ EDയും എല്ലാം തന്നെ പരിശോധനകളിലേക്ക് നീങ്ങുന്നുണ്ട്. തികച്ചും സങ്കീർണമായൊരു നടപടിക്രമങ്ങൾ തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിൽ നിയമാനുസൃതമല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളതെങ്കിൽ അത് വലിയ പാട് തന്നെ ഇതിൽ നിന്ന് പെടേണ്ടി വരും കേട്ടോ. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നോക്കിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിയമ നടപടികൾ ഇവർക്ക് നേരിടേണ്ടി വരും. പക്ഷെ ആരാണ് ഈ വലിയ റാക്കറ്റിന് പിന്നിലെന്ന് അന്വേഷിക്കണം. ഇതിൻ്റെ തുടർ നടപടികൾ കസ്റ്റംസ് മാത്രമായിരിക്കില്ല, EDയുടെ ഭാഗത്തുനിന്നും GSTയുടെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും തുടർ നടപടികളുണ്ടാകും.
കൊല്ലം പുനലൂർ പിറവന്തൂരിൽ റബ്ബർ തോട്ടത്തിനുള്ളിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ഒരു കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച റബ്ബർ മരത്തിൽ ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. മുഖം തീവെച്ച് കരിച്ചിരുന്നതായും സംശയിക്കുന്നു. ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഈ കൊല്ലം പുനലൂരിലെ പൂർണ്ണമായും കാട് പിടിച്ച് കിടക്കുന്ന ഒരു റബ്ബർ തോട്ടം, പകൽ സമയം പോലും ആളുകൾ ചെല്ലാൻ ഭയക്കുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ രീതിയിലൊരു അജ്ഞാത മൃതദേഹം മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് സ്ത്രീയുടേതാണ് മൃതദേഹമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്താണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ്? മാത്രമല്ല അറിയേണ്ടത്, ഈ സമീപ ദിവസങ്ങളിൽ ഈ പ്രദേശത്തു നിന്നും ആരെങ്കിലും കാണാതായിരുന്നു? അത്തരം പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു? ടോം, കൊല്ലം മൂവാറ്റുപുഴ ദേശീയപാതയ്ക്ക് സമീപം പുനലൂര് ആണ് ഇത്തരത്തിലുള്ളൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നാടിനെ നടുക്കിയ ഒരു സംഭവമായി തന്നെ മാറി എന്നുള്ളതാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആളൊഴിഞ്ഞ ഒരു പറമ്പാണ്, റബ്ബർ തോട്ടമാണ്, കാട് മൂടിക്കിടക്കുന്ന വലിയൊരു പ്രദേശമാണ്. ഇവിടെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതശരീരം കണ്ടത്. പക്ഷേ ഇതിൽ ഗൗരവമേറിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മൃതശരീരം ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ആഴ്ചകളുടെ പഴക്കമാണ് ഈ മൃതശരീരത്തിനുള്ളത്. ഇത് ആദ്യം പുറത്തു വന്ന ചില പ്രാഥമികമായിട്ടുള്ള നിഗമനം സ്ത്രീയുടേതാണ് എന്നുള്ളതാണ്. കാരണം കഴുത്തിൽ ഒരു മാലയും കണ്ടെത്തിയിരുന്നു. മുഖം തീവെച്ച് കരിച്ച നിലയിലാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം, പുഴുവരിച്ച നിലയിലായിരുന്നു മൃതശരീരം കണ്ടത്. ഇത് കാണുന്നത് ഒരു തമിഴ്നാട് സ്വദേശിനിയായ ഒരാൾ ഇവിടെ കാന്താരിമുളക് പറിക്കാനായിട്ട് ഈ പ്രദേശത്തേക്ക് എത്തുന്നു. കാരണം കാട്ടുകാന്താരി വ്യാപകമായിട്ട് അവിടെ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നിന്നും കാട്ടുകാന്താരി പറിക്കാനായിട്ട് ഇയാൾ വരാറുണ്ട്. അങ്ങനെ ഇയാൾ എത്തിയപ്പോഴാണ് ദുർഗന്ധം അനുഭവപ്പെട്ടതും നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു മൃതശരീരം കാണാനിടയായതും. ഉടൻ തന്നെ ഇയാൾ സമീപവാസികളെയും അതുപോലെ തന്നെ പോലീസിനെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. ടോം, പുനലൂരിൽ നിന്നും ആദ്യം പ്രാഥമികമായിട്ട് പോലീസ് സ്ഥലത്തെത്തുന്നു, പരിശോധനകളൊക്കെ നടന്നു. പക്ഷേ അപ്പോൾ സമീപത്ത് നിന്ന് ഈ മൃതശരീരം കിടക്കുന്ന അടുത്ത് തന്നെ ഒരു ബാഗും അതുപോലെ തന്നെ ഒരു കന്നാസ്, അങ്ങനെ ചില സാധനങ്ങൾ കൂടി കിട്ടി. ഇതെല്ലാം ഒരുപാട് ദുരൂഹതകളിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഉന്നത പോലീസ് അധികാരികളെല്ലാം തന്നെ സ്ഥലത്തെത്തുകയും വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുവരെയും അത്തരത്തിലുള്ളൊരു മിസ്സിംഗ് കേസ് പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇത് കണ്ടെത്താൻ വളരെ എളുപ്പമാകും. പക്ഷേ ഈ അന്വേഷണത്തിലും നിർണായകമായി മാറുന്ന മറ്റൊരു വെല്ലുവിളിയായി മാറുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സമീപത്തൊന്നും തന്നെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൂവാറ്റുപുഴ ദേശീയപാതയാണ്. ഇവിടെ ഒരു വലിയൊരു പാലമുണ്ട്. പാലത്തിന് സമീപത്തൂടെയാണ് ഈ ഒരു വലിയൊരു പറമ്പിലേക്ക് എത്തുന്നത്. വലിയൊരു ജനവാസമില്ലാത്ത, ആൾതാമസമൊന്നുമില്ലാത്ത ഒരു മേഖലയാണ് അവിടെ. അതുവഴി റോഡ് കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ്. മാധ്യമപ്രവർത്തകരടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. DYSPക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. ഇന്നും ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. റൂറൽ ജില്ലാ പോലീസ് മേധാവി അല്പസമയത്തിനകത്ത് ഈ സംഭവ സ്ഥലത്തെത്തി വിശദമായിട്ട് പരിശോധന നടത്തും. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൃതശരീരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. എന്തെങ്കിലും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇത് ഈ സമീപ ദിവസങ്ങളിൽ ഇവിടെ നിന്നും ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നോ? പോലീസിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്താണ്? എന്തായാലും കൊലപാതകമാണെന്ന് വളരെ വ്യക്തമാണ്. കാരണം ഈ മൃതദേഹം ഈ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു. ഒരു കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ചായിരുന്നു റബ്ബർ മരത്തിൽ ഈ മൃതദേഹം ചുറ്റിക്കെട്ടിയിട്ടത്. മുഖം തീവെച്ച് കരിച്ചിരുന്നതായി സംശയിക്കുന്നുണ്ട്. അത്രയ്ക്കും ക്രൂരമായിട്ട് നടത്തിയൊരു കൊലപാതകം. അങ്ങനെയെങ്കിൽ ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് കൂടി സംശയിക്കേണ്ടതല്ലേ?
തീർച്ചയായും ടോം, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് അരങ്ങേറിയതെന്ന് നമുക്ക് പറയാം. ഈ സമീപകാലത്തൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള കൊലപാതക രീതിയിലൊന്നും കേട്ടുകേൾവിയില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ചങ്ങലയ്ക്ക് ബന്ധിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ മുഖം തീവെച്ച് പൂർണ്ണമായും കരിച്ച അവസ്ഥ, പുഴുവരിച്ച രീതിയിൽ മൃതശരീരം കണ്ടെത്തുന്നു. ഇതിനെല്ലാം വലിയൊരു ദുരൂഹതയാണ് ഇതിന് പിന്നിൽ മണക്കുന്നത്. കാരണം ഈ സമീപ സമയത്ത് പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യാതൊരു മിസ്സിംഗ് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ റൂറൽ ജില്ലാ പരിധിയുമായിട്ടും അല്ലെങ്കിൽ ജില്ലാ പരിധിയുമായിട്ടും ഇത് വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. തുടർന്നാണ് ഈ അന്വേഷണം മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കാരണം പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ ടൗൺ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരാഴ്ച പഴക്കമുള്ള മൃതശരീരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന ചില പ്രാഥമികമായ സൂചനകൾ ഇതൊരു പുരുഷൻ്റെയാണ് എന്നുള്ള ചില സംശയങ്ങൾ പോലീസ് വെക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രാഥമികമായിട്ടുള്ളൊരു സംശയം സ്ത്രീയുടേതാണെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇതൊരു പുരുഷൻ്റെ മൃതശരീരമാണ് എന്ന് ചില സംശയങ്ങളുണ്ട്. എന്തായാലും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും ഇത് നമുക്കൊരു അന്തിമമായിട്ടുള്ള നിർണ്ണയത്തിലേക്ക് എത്താൻ കഴിയുക. ഇത് ആരുടെ മൃതശരീരമാകും, സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ എന്നുള്ളതടക്കം. പക്ഷേ എന്തായാലും ഇത് നാട്ടിലെ സമീപത്തുള്ള അതായത് ഈ വ്യാപാരികളടക്കമുണ്ട്. ഈ റോഡ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഈ വ്യാപാരികൾക്കെല്ലാം തന്നെ ഇത് വലിയൊരു വലിയ ഭീതിയിലാണ് അവർ. കാരണം ഇങ്ങനെ ഒരു മൃതശരീരം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അവരും ഒരു സംശയത്തിലാണ്. പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം. പക്ഷേ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം പതിവായി അവർ നടക്കുന്ന ഒരു പ്രദേശത്ത് ഈ രീതിയിൽ അജ്ഞാത മൃതദേഹം, അതും വളരെ വികൃതമായ രീതിയിൽ കണ്ടെത്തുന്നു. വിനീഷ്, ഇവിടെ പുരുഷൻ്റെ മൃതദേഹമാണെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. ആസൂത്രിതമായ കൊലപാതകമായിരിക്കാം. ഇതെങ്ങനെ ഈ പ്രതിയിലേക്ക് എത്തുക? കൊലപ്പെടുത്തിയ കൊലയാളികളെ കണ്ടെത്തണം, കൊല്ലപ്പെട്ടയാളെ കണ്ടെത്തണം. ഇത് പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. ഈ സമീപ സ്ഥലങ്ങളിൽ CCTVകളുണ്ടോ? മാത്രമല്ല ഒരാഴ്ച മുൻപാണ് ഈ കൊലപാതകം നടത്തിയെങ്കിൽ ആ സമയത്ത് അവിടുത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തുമ്പ് ലഭിക്കാനുള്ള സാധ്യതകളില്ലേ? തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഡോഗ് സ്ക്വാഡ് അടക്കം സമീപത്തെത്തി സമീപ പ്രദേശങ്ങളിലടക്കം പരിശോധന നടക്കുന്നു. ഈ ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധനകൾ നടത്തി വരുന്ന സാഹചര്യം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലം നിർണായകമായിരിക്കും. സമീപത്തു നിന്നും ലഭിച്ച ബാഗ്, അതുപോലെ തന്നെ ഒരു കന്നാസ്, ഇതിൽ നിന്നെല്ലാം നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലവുമായിട്ടാണ് ഈ ഒരു അന്വേഷണം ഇനി മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. എന്തായാലും റൂറൽ ജില്ലാ പോലീസ് മേധാവി അല്പസമയത്തിനകം തന്നെ ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തും. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. തുടർന്നുള്ള അന്വേഷണം ഏത് രീതിയിലാകും എന്ന് നമുക്ക് പോലീസിൽ നിന്ന് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അനുസരിച്ചായിരിക്കും തുടർന്നുള്ള അന്വേഷണങ്ങൾ നടക്കുക എന്നതാണ് ഏറ്റവും നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയാണ് 6 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, 1 അല്ല 5 കൊലക്കേസുകളിൽ സംശയനിഴലിലാണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ. പക്ഷേ നേരത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് പല രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴും ഇയാൾ ഈ കൊലക്കേസുകളുമായി ബന്ധപ്പെട്ട് കുറ്റമേറ്റെടുക്കാൻ തയ്യാറായില്ല, കുറ്റസമ്മതം നടത്തിയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ 5 സ്ത്രീകളുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസിന് ഈ ക്രൈംബ്രാഞ്ചിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത നടപടികൾ? എങ്ങനെയായിരിക്കും? ഈ 6 ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കുമോ ഉണ്ടാവുക? വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സെബാസ്റ്റിൽ നിന്ന് അന്വേഷണ സംഘത്തിന് തേടേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജയനമ്മ തിരോധാന കേസിൽ ഏറ്റുമാനൂർ കോടതിയുടെ കീഴിൽ റിമാൻഡിലായിരുന്നു സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇയാളുടെ ആരോഗ്യസ്ഥിതികൾ പരിഗണിച്ചുകൊണ്ട് ഇയാളെ വിയ്യൂർ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഇവിടെ കോട്ടയത്ത് എത്തിക്കുകയും അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 11 മണിയോടുകൂടി ചേർത്തല കോടതിയിൽ എത്തിക്കുകയുമായിരുന്നു.
നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ്, ഐഷ തിരോധാന കേസ്, ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ്. നിലവില് ബിന്ദു പത്മനാഭൻ കേസുമായി കണക്ട് ചെയ്താണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലേക്ക് വാങ്ങിയിട്ടുള്ളത്. കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ കേസിൽ ഇയാൾക്ക് കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും അന്വേഷണ സംഘത്തിന്റെ നേട്ടമാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ സെബാസ്റ്റിൽ നിന്ന് തേടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. നമുക്കറിയാം, ആദ്യ കേസിൽ ഇയാൾ പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ ജയനമ്മ തിരോധാന കേസോ അതിന്റെ കൊലപാതക കേസോ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൊലപാതകയാണ് സെബാസ്റ്റ്യൻ എന്ന ഏറെക്കുറെ അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ജയനമ്മയുടെ കേസിൽ അത് സ്ഥിരീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കുറ്റം ചെയ്ത ആളാണ് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടിയാണ് ഇനി ആലപ്പുഴയിലെ സംഘം ഇയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യനെ നേരത്തെ പിടിച്ചു നിന്നൊരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ സ്വത്തുക്കൾ ഉൾപ്പെടെ തട്ടിയെടുത്തിട്ടുള്ള ആളാണ് സെബാസ്റ്റ്യൻ. പക്ഷേ ഇതുവരെ അയാൾക്ക് മേൽ അന്ന് ഉണ്ടായിരുന്നത് 4 ഫോർജറി കേസുകൾ മാത്രമാണ്. അതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു കൊലപാതക കേസിലെ പ്രതിയായാണ് ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് ഇയാളെ കിട്ടുന്നത് എന്നുള്ളതാണ്, സെബാസ്റ്റ്യൻ കിട്ടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറെ നാളുകളായി ഇതിന്റെ മേലുള്ള മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത്തരത്തിൽ തയ്യാറാക്കിയ ഒരു ചോദ്യാവലിയുടെ മുന്നിലേക്കായിരിക്കും സെബാസ്റ്റ്യൻ വരാൻ പോകുന്നത്. നേരത്തെ തന്നെ പിടിച്ച അന്വേഷണ സംഘങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ കണ്ണിങ് ആയ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വളരെയധികം ബുദ്ധിമുട്ട് ഉള്ള ഒരു പ്രതിയാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അയാളുടെ ആരോഗ്യസ്ഥിതി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ അടക്കമുള്ള പല കാര്യങ്ങളെയും അഭിമുഖീകരിക്കുന്നത്. അത്തരത്തിൽ വളരെ ട്രെയിൻഡ് ആണ് ഇയാള്. നിയമവശങ്ങളെ കുറിച്ചും ഒപ്പം തന്നെ അഭിഭാഷകരുടെ സഹായവും ഒക്കെ നേരത്തെ തന്നെ തേടി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഇയാള്. പക്ഷെ അപ്പോൾ പോലും നേരത്തെ പറഞ്ഞ പല കാര്യങ്ങൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം, ന്യൂസ് 18 തന്നെ പുറത്തുവിട്ട സതീശൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിലെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അന്ന് സതീശൻ ന്യൂസ് 18 പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ഭൂമി 2006 സതീശന് ബിന്ദു പത്മനാഭൻ ഭൂമി വിൽക്കാനായി നേരിട്ട് വന്നു. അതിനുശേഷം അന്നത്തെ ദിവസം രാത്രി ബിന്ദുവും സെബാസ്റ്റ്യനും ഒന്നിച്ച് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലാണ് താമസിച്ചടക്കമുള്ള നിർണായക വെളിപ്പെടുത്തൽ അയാൾ നടത്തിയിരുന്നു. പക്ഷേ പറഞ്ഞ പല കാര്യങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയതിന് വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ സതീഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ഈ ഭൂമി ഇടപാട്, അമ്പലപ്പുഴയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇനിയും ദൂരീകരിക്കാൻ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ചില വിവരങ്ങൾ കൃത്യമായി തേടിയതിനു ശേഷമാണ് ഈ ചൊവ്വാഴ്ച വരെയുള്ള കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ ചേർത്തല കോടതിയിൽ നിന്ന് അല്പസമയം മുമ്പ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. തീർച്ചയായും ശരണ്യ, ഏറ്റവും ഒടുവിലായി കൂത്താട്ടുകുളത്തെ ഏലിയാമ്മയുടെ തിരോധാന കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും ഈ കസ്റ്റഡി കാലാവധിയിൽ ഉണ്ടാകുമോ? ഇതില് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇപ്പൊ പോകുന്നത് എന്നുള്ളതാണ്. കോട്ടയത്തുള്ള ക്രൈംബ്രാഞ്ച് സംഘം കൂത്താട്ടുകുളം പോലീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് വിശദാംശങ്ങൾ, ഏലിയാമ്മ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അവർ തേടുന്നുണ്ടായിരുന്നു. ഒപ്പം ആലുവ ക്രൈംബ്രാഞ്ചാണ് ഏലിയാമ്മയുടെ ആദ്യ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ആലപ്പുഴയിലെ അന്വേഷണ സംഘത്തിനും ഈ ഇത്തരത്തിൽ ഏലിയാമ്മ കേസുമായി കണക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങൾ അവരും തേടിയിട്ടുണ്ട്. അങ്ങനെ ഈ സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്യുന്ന കേസുകൾ, സംശയാസ്പദമായി നിൽക്കുന്ന കേസുകൾ, റീഓപ്പൺ ചെയ്ത കേസുകൾ, ഇതെല്ലാം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിവിധ ജില്ലകളിലെ ടീമുകൾ, 3 ജില്ലകളിൽ ഇപ്പം ഈ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ 3 ജില്ലകളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത്തരത്തിൽ ഓരോ കേസിലും കസ്റ്റഡിയിൽ കിട്ടുന്ന ഘട്ടത്തിൽ മറ്റ് കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടെ, ഇപ്പോ കോട്ടയത്ത് ജയനമ്മ കേസിൽ ഇയാള് റിമാൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത് ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ബിന്ദു പത്മനാഭന്റെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടെ സാന്നിധ്യത്തിലായിരുന്നു അവിടെ ആ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയം SP ഗിരീഷ് P സാരഥി ഉൾപ്പെടെയുള്ള ആളുകൾ, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി, ഒപ്പം ആലപ്പുഴ SP മോഹനചന്ദ്ര, ഈ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ കേസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് 3 പേരും കഴിഞ്ഞ ദിവസവും ആലപ്പുഴയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റായ ഒരു റിവ്യൂ ഇതിനകത്ത് നടന്നു പോകുന്നുണ്ട്. എന്തായാലും ഇത്രയും നാളും പോലീസിനെ ആകെ കുഴച്ച, അതിൽ പോലീസിന് തന്നെ ആ തുടക്കഘട്ടത്തിൽ വലിയ വീഴ്ച വന്നൊരു കേസാണ്. പക്ഷെ ഇപ്പോൾ പോലീസ് തന്നെ ആ കുരുക്ക് വർഷങ്ങൾക്ക് ശേഷം അഴിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ടോം, വരുന്ന ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ കേസിലെ പല നിർണായകമായ ചുവടുവയ്പ്പിലേക്കും അന്വേഷണ സംഘം നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വ്യക്തമാണ്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലക്കേസുകളാണ്.
സ്വാഭാവികമായിട്ടും വലിയ വെല്ലുവിളികളുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ. ശരണ്യ, അപ്പോൾ ഈ 5 പേരെയും സെബാസ്റ്റ്യൻ തന്നെയാണ് കൊലപ്പെടുത്തുന്ന സൂചനകളുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്തിനാണ് കൊലപ്പെടുത്തിയത്, കൊലപാതകത്തിന് ശേഷം ആ മൃതദേഹങ്ങൾ എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്തണം. അത് സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ പുരയിടത്തിൽ തന്നെയാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയതെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പുരയിടം പൂർണ്ണമായും പല ഭാഗങ്ങളിലും സംശയമുള്ള ഭാഗങ്ങളിലൊക്കെ വിശദമായി പരിശോധന നടത്തേണ്ടതല്ലേ, തിരച്ചിൽ നടത്തേണ്ടതല്ലേ? പറഞ്ഞ പോലെ ഒരുപാട് ഇവര് ഇപ്പൊ പുരയിടം മുഴുവൻ പരിശോധിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ആ പുരയിടം പരിശോധിച്ചത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായിരുന്നു. അന്ന് തന്നെ ഇവിടെ എർത്ത് സയൻസിലെ ഉദ്യോഗസ്ഥർ വന്നിട്ട് റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി. ആ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ അവർ നേരിട്ടൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അതൊരു മഴക്കാലത്താണ് അവർ ആ പരിശോധന നടത്തുന്നത്. ജൂലൈയിലാണല്ലോ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അതിനുശേഷമുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഭൂമിക്കടിയിൽ വെള്ളം ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഡിറ്റക്ട് ചെയ്യുന്നതിനൊക്കെ ചില പ്രശ്നങ്ങൾ അവർക്ക് വേനൽക്കാലത്ത് ചെയ്യുന്ന പരിശോധനയേക്കാൾ കുറവ് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ തന്നെ ഒരു സ്പെസിഫിക് പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ 2 സെന്റ് സ്ഥലമോ ഒക്കെ ആണെങ്കിൽ ചെറിയ എക്യുപ്മെന്റ്സ് ആണ്. അതുകൊണ്ട് മുഴുവൻ ഇങ്ങനെ മോണിറ്റർ ചെയ്ത ഭൂമിയുടെ മുകളിൽ കൂടി ഉരുട്ടി നീക്കിയാണ് ഇത് പരിശോധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് എത്താനായിട്ട് കഴിയണം. ഇന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഈ ഒരു സെന്റിലോ 2 സെന്റിലോ ഇത് ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് എത്തത്തക്ക രീതിയിൽ ഉള്ള പരിശോധന നടത്താൻ കഴിയണം. അല്ലാതെ ആ പുരയിടത്തിൽ പരിശോധന നടത്തുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 കുളങ്ങളുണ്ട്, തൊട്ടുപുറകിൽ തോടുണ്ട്, അതിനപ്പുറത്ത് ഒരു ചതുപ്പിന്റെ ഭാഗങ്ങളുണ്ട്, ഒരു വയൽ ഭാഗങ്ങളുണ്ട്. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സെബാസ്റ്റ്യന്റെ പുരയിടം. നിറയെ കാട് പിടിച്ചൊരു പ്രദേശമാണ്. അവിടെ ഈ ഏകദേശം 3 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഇത് എവിടെയാണ് എന്ന് കണക്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ അന്വേഷണ സംഘം ഒക്കെ അവിടെ ഉഴുതുമറിക്കുമ്പോഴും അവിടെ തൊടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോ നിലവിൽക്കൊരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങൾ ഇയാൾ മുറിച്ച് അത് കത്തിച്ചാണ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ചെറിയ കഷ്ണങ്ങളായി കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു. ആ കിട്ടിയ ബോണും അത്തരത്തിൽ കത്തിയ അസ്ഥി കഷ്ണങ്ങളായിരുന്നു. അത്തരത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അത് ഏത് രീതിയിലാണ് അത്തരത്തിൽ ശരീരഭാഗങ്ങളെ നശിപ്പിച്ച് അയാൾ എടുത്തത്, കത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോ അവര് ശാസ്ത്രീയമായ പരിശോധനയിൽ തന്നെ കണ്ടെത്തി. ഈ കത്തിയ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇയാള് നശിക്കാനായി ഇട്ടതിന് ശേഷം അവിടുന്ന് ആ എല്ലുകൾ എടുത്ത് കത്തിച്ച് കളഞ്ഞതാണോ എന്നതൊക്കെയുള്ള വളരെ പ്രസക്തമായ ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എല്ലുകളുടെ DNA പരിശോധനാ ഫലമാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ പരിശോധനാ ഫലത്തിൽ ഇനി ഇത് കത്തിച്ചത് എന്തെങ്കിലും പ്രശ്നം DNA സാമ്പിൾസിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതും നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ അന്വേഷണ സംഘം പറയുന്നത് അത്തരം പ്രശ്നങ്ങളില്ല, അവർക്ക് അത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടെ തന്നെ അത് കിട്ടുമ്പോഴും അത് ആരുടെയൊക്കെ ആണ്, ജൈനമ്മയുടേതാണോ അത് മറ്റാരുടെയെങ്കിലും ആണോ എന്നൊക്കെ സ്ഥിരീകരണം വരുമ്പോൾ ഒരുപക്ഷെ വലിയ ട്വിസ്റ്റ് കേസിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കോട്ടയംകാർ പറയുന്നത് അത് ജൈനമ്മയുടെ തന്നെ ആവാനാണ് സാധ്യത എന്നുള്ള നിഗമനത്തിലൊക്കെ അവർ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കേസിൽ പിടിവള്ളിയായി കിട്ടിയിരിക്കുന്നത് ജൈനമ്മയുടെ സ്വർണം വിറ്റതും ജൈനമ്മയുടെ രക്തക്കറകൾ വീടിനകത്തുനിന്ന് കണ്ടെത്തിയതും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ബ്ലഡ് സ്റ്റെയിൻസ് DNA സാമ്പിളിങ്ങിന്റെ പരിശോധനയിൽ ജൈനമ്മയുടെ ബന്ധുക്കളുടേതായിട്ടുള്ള പരിശോധനയിൽ അകത്ത് കണ്ട രക്തക്കറ, പള്ളിപ്പുറത്തെ വീടിനകത്ത് കണ്ട രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥിരീകരണം ഉണ്ട്. ജൈനമ്മ കേസിൽ സെബാസ്റ്റ്യനെ പുറത്തിറങ്ങാത്ത രീതിയിൽ വലയിലാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളുടെ ഇടയിൽ നിന്നും ഇത്രയും സ്ത്രീകൾ മിസ്സിംഗ് ആണ്. ഇവരെവിടെ എന്ന് ഉത്തരം പറയേണ്ടത് സമൂഹത്തിനോട് കൂടി അന്വേഷണ സംഘം ഉത്തരം പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നെങ്കിലും കണ്ടെത്തേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്തം പോലീസിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പള്ളിപ്പുറത്ത് നിന്ന് തുടങ്ങി എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം അല്ലെങ്കിൽ കാരമല എന്ന ഗ്രാമം, ഒരു മലപ്രദേശം വരെ ഇത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അത്രയും ഇടങ്ങളിലേക്ക് സെബാസ്റ്റ്യൻ സാന്നിധ്യം പറയുന്നു. പക്ഷെ ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളതും ശ്രമകരമായ ദൗത്യമാണ്. കാരണം കാലപ്പഴക്കം ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ കേസുകളിലെ. മറ്റൊന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇപ്പൊ ലഭ്യമാകാത്തൊരവസ്ഥയൊക്കെ നിലനിൽക്കുന്നുണ്ട്. സെബാസ്റ്റ്യനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പല പ്രതിസന്ധികളും
ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുണ്ട്. പ്രത്യേകിച്ചും ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കണം. സെബാസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുകളിൽ ഈ സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ സെബാസ്റ്റ്യൻ്റെ നാവിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണം. ഇയാൾ കൂടുതൽ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ, കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ ക്രൂരതയ്ക്ക് ഇരകളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. 6 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. നിക്ഷേപകർ പരാതിയുമായി വന്നാൽ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യാനും തീരുമാനമായി. അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ നൽകണമെന്ന് ബാങ്കിനോട് പോലീസ് ആവശ്യപ്പെട്ടു. അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും മേയർ ആര്യ രാജേന്ദ്രനും ആവശ്യപ്പെട്ടു. BJPക്ക് 100% BJPയുടെ അംഗങ്ങളും അതുപോലെ തന്നെ ജീവനക്കാരും മാത്രമുള്ള ഒരു ബാങ്കാണ് ഈ ബാങ്ക് എന്ന് പറയുന്നത്. അവിടുന്ന് ലോൺ എടുത്തിട്ടുള്ളവർ എല്ലാവരും മഹാഭൂരിപക്ഷം വരുന്ന BJPക്കാരാണ്. അപ്പോൾ അനിൽകുമാർ RSSന്റെ പ്രമുഖ നേതാവാണ്. BJPയുടെ ജില്ലയിലെ വളരെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ ഈ വേർപാടിൽ, ഈ മരണത്തിൽ BJPയുടെ നേതൃത്വത്തിന് നല്ല പങ്കുണ്ട്. ആ പങ്കിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. കൌൺസിലർമാരുൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്ത ആളുകളുടെ പങ്ക് ഈ ആത്മഹത്യയിൽ അന്വേഷിക്കണം. BJP നേതൃത്വം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇടപെടാത്തത്? ഈ 2 ദിവസം മുമ്പ് സംസ്ഥാന പ്രസിഡന്റിനെ വരെ പോയി കണ്ടു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പൊ ഒരാളുടെ മരണത്തിന് 2 ദിവസം മുമ്പ് ഒരാളെ പോയി കണ്ടു എന്ന് അവര് തന്നെ സ്ഥിരീകരിക്കുമ്പോൾ എന്ത് ആശ്വാസമാണ് ആ വ്യക്തിക്ക്, മരണപ്പെട്ട ആൾക്ക്, ആത്മഹത്യ ചെയ്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആശ്വാസം പറയാതെ ആട്ടി ഓടിക്കുന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടായത് എന്നുപോലും പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. അപ്പോ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇത് വേദനയുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനല്ല ഞങ്ങൾ ഈ സമയം കണ്ടെത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതി ഉറപ്പാക്കണം. ആ നീതി ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാരും പോലീസും നടത്തുന്ന എല്ലാ കാര്യത്തിനും ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പ്രധാനമായും ഈ തിരുമലാനിന്റെ ആത്മഹത്യക്കൊപ്പം തന്നെ ഈ സഹകരണ സംഘത്തിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും അന്വേഷണം നീങ്ങുമോ? തീർച്ചയായും അത്തരത്തിൽ ഒരു പിന്നാമ്പുറം ഈ ഒരു ആത്മഹത്യയുടെ പിന്നിലുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിലടക്കം സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ് ഈ ഒരു സാമ്പത്തിക സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിലെ ഈ ലോൺ തിരിച്ചടക്കാത്തതും അതിലെ FD മെച്യൂറായ തുക തിരിച്ചു നൽകാൻ കഴിയാത്തതടക്കമുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദമാണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ പരാതികൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. കാരണം തുടക്കം തൊട്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അതായത് CPM അടക്കം ഈ ഒരു സാമ്പത്തിക സ്ഥാപനവുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് BJP അംഗങ്ങളാണ്, BJP നേതാക്കന്മാരാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പണം ലോൺ എടുത്തതും മറ്റും തിരിച്ചടക്കാത്ത പ്രതിസന്ധിക്ക് കാരണം ഈ BJPയുടെ അണികളും മറ്റ് അംഗങ്ങളുമാണെന്നാണ് CPM അടക്കം മുന്നേ ആരോപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വ്യക്തമായൊരു അന്വേഷണം അനിവാര്യമാണ്. കാരണം ഇതൊരു ചെറിയൊരു ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ ഇത്രയും പ്രമുഖനായ ഒരു പൊതുപ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമില്ല. കാരണം അത്രയും വലിയൊരു സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് വളരെ സുപരിചിതമായ ആൾക്കാരായിരുന്നു ഇവിടെ നിന്ന് ലോൺ എടുത്തതും. മാത്രമല്ല ഈ ഒരു FD അടക്കം നിക്ഷേപിച്ചത് വളരെ ഇദ്ദേഹമായി അടുത്ത് നിൽക്കുന്നവരും BJP ആയി പ്രവർത്തിക്കുന്നവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മഹത്യയുടെ ഇത്തരത്തിലുള്ള കാരണങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളുടെയും മറ്റും വിശദാംശങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അത് സഹകരണ വകുപ്പ് അന്വേഷിച്ച് വരുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഒരുപാട് ലോൺ തിരിച്ചടവുകൾ മുടങ്ങിയിട്ടുണ്ടെന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഇവിടെ നിന്നും ലോൺ എടുത്തതും ഒപ്പം തന്നെ ഈ ഒരു നിക്ഷേപ തുക തിരിച്ചെടുക്കാനുമുള്ള കുറേ പേരുടെ പരാതി ഉണ്ടായിരുന്നു തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ നിന്നും ഇദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം നൽകി, അതായത് ഭീഷണിപ്പെടുത്തിയെന്നടക്കമുള്ളൊരു പരാതി BJP ഉന്നയിച്ചിരുന്നു. അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് BJPയുടെ ആരോപണം. പക്ഷേ ഈ ഒരു അനിൽകുമാർ തന്നെയാണ് ഈ നിക്ഷേപകർക്ക് പോലീസിൽ പോയി പരാതി നൽകണമെന്ന് നിർദ്ദേശം നൽകിയതും. ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യത്തിലാണ് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതടക്കമുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ നേർക്കാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഒട്ടാകെ നിലനിൽക്കുന്നത്. കാരണം ഇത്തരത്തിൽ എത്രയൊക്കെ ഈ ഒരു BJP നേതൃത്വത്തിന് പങ്കില്ലാത്തൊരു ബാങ്കാണ് അല്ലെങ്കിൽ
സാമ്പത്തിക സ്ഥാപനമാണെന്ന് പറയുമ്പോഴും ഇതിൽ ചേർന്നിട്ടുള്ളത്, അതായത് ലോൺ എടുത്തതും പിന്നെ FD നിക്ഷേപം നടത്തിയവരെല്ലാം ഇത്തരത്തിലുള്ള BJP ചേർന്ന് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ BJP നേതൃത്വം ഇതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ പോലീസിൻ്റെ ഒരു അന്വേഷണം, ഈ ഒരു 6 അംഗ സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു പുരോഗമനത്തിലോടുകൂടിയാണ് ഇതിൽ കൃത്യമായൊരു ചിത്രം നമുക്ക് പുറത്തേക്ക് വരുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ ഒരു അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആവശ്യമെങ്കിൽ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറാനും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ബാങ്കിൻ്റെ ബോർഡ് അംഗങ്ങളുടെ അടക്കം വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എത്രയും പെട്ടെന്ന് ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കി ഇതിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ ഇതിലൊരു വ്യക്തമായ ഒരു കാരണം, ഇതിൽ എത്രത്തോളം സാമ്പത്തിക തിരിമറി അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. തീർച്ചയായും ഇതിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ആരാണെന്ന കാര്യത്തിൽ ബാങ്കിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ പൂർണ്ണമായും BJPയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സംഘമാണ്. ഇവിടെ നിന്നും വായ്പ എടുത്തവരെല്ലാം BJPക്കാരാണ്. അവർ ഈ തിരികെ വെച്ചില്ല, അവിടെ പല രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം ഉയരുന്നത്. ഇത് ഈ BJPയുടെ നേതൃത്വത്തിന്, BJPയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾക്ക്, പ്രാദേശികമായിട്ടുള്ള നേതാക്കൾക്കോ അല്ലെങ്കിൽ ജില്ലാതലത്തിലുള്ള നേതാക്കൾക്കോ ഇതിൽ ഏതെങ്കിലും ഇതിലുള്ള പങ്കുണ്ടോ? സാരംഗി, ഇതിൽ കൃത്യമായ ഒരു ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കാരണം മുഴുവൻ നിക്ഷേപം നടത്തിയവരും ലോൺ എടുത്തവരും എല്ലാം ഈ ഒരു BJPയുമായി ചേർന്ന് നിൽക്കുന്നവരെന്നൊരു സൂചന മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കടക്കം ഇവിടെ നിന്നും ലോൺ കൊടുത്തു, വലിയൊരു തുക ഈ ഒരു അനുവദിച്ച് നൽകി. പക്ഷേ അതിലൊന്നും തിരിച്ചടവ് നടന്നിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ അതിൽ ആരൊക്കെയാണ് നിക്ഷേപം നടത്തിയത്, ആരൊക്കെയാണ് ലോൺ എടുത്തിട്ട് തിരികെ ഒരു അടവ് പോലും അടക്കാത്തത് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇവർ എല്ലാവരും ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഈ ഒരു BJPയുമായി ചേർന്ന് നിൽക്കുന്നവരാണെന്ന് തന്നെയാണ് നൽകുന്ന സൂചന. മാത്രമല്ല ഈ ഒരു നേതൃത്വത്തിന് നേരിട്ട് പങ്ക് ഈ ബോർഡ് ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും BJPക്ക് നേരിട്ട് പങ്കില്ല എന്ന് V. മുരളീധരൻ അടക്കം ഇതിനു മുൻപ് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ തന്നെയായിരുന്നു കരമന ജയൻ്റെ അടക്കം പ്രതികരണം. പക്ഷേ ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഇതിൽ എത്രത്തോളം പാർട്ടിയുടെ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ഒരു പങ്കുണ്ട്, മാത്രമല്ല തിരഞ്ഞെടുപ്പ് പോലെ സുപ്രധാനമായ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഇവിടെ നിന്നും തുക അനുവദിച്ചിട്ടുണ്ടോ, അത് തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ടോ, മാത്രമല്ല ബിനാമി ഇടപാടുകൾക്ക് വേണ്ടി ഈ സ്ഥാപനത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഈ ഒരു സഹകരണ വകുപ്പിൻ്റെ അടക്കം അന്വേഷണം പൂർത്തിയാക്കി അത് പോലീസുമായി സംയോജിച്ചുകൊണ്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കി പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇതിലൊരു വ്യക്തമായൊരു ചിത്രം വരുള്ളൂ. അത് എത്രയോ വലിയൊരു 11 കോടിയുടെ ആസ്തി ഉണ്ടെന്ന് ഈ സഹകരണ സ്ഥാപനത്തിലെന്നാണ് വ്യക്തമാക്കുന്നത്. അതിൽ ഈ 6 കോടിയോളം ഈ ഒരു ലോൺ തിരിച്ചടവ് മുടങ്ങിക്കിടക്കുന്നതാണ്. ബാക്കിയുള്ള എമൗണ്ട് FD തുക നൽകാനുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതുകൊണ്ടാണ് ഈ ഒരു പ്രസിഡന്റായിരുന്ന അനിൽകുമാറിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലെ ഒരു പരിപൂർണമായ ഒരു കാരണവും അതിൻ്റെ ഒരു പശ്ചാത്തലവും എല്ലാം മനസ്സിലാക്കണമെങ്കിൽ സഹകരണ വകുപ്പിൻ്റെയും ഒപ്പം തന്നെ ഈ ഒരു പോലീസിൻ്റെയും അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ ഇതിലൊരു വ്യക്തത വരികയുള്ളൂ കേട്ടോ. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ലോയേഴ്സ് കോൺഗ്രസ് മുൻ പ്രസിഡന്റിനെതിരെയുള്ള പീഡന പരാതി വ്യാജം. ആലുവ സ്വദേശിയായ നടിയാണ് പരാതി നൽകിയിരുന്നത്. പരാതിക്ക് പിന്നിൽ മുൻ വൈരാഗ്യമെന്ന് പോലീസ് കണ്ടെത്തി. കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് 7 പീഡന പരാതികളായിരുന്നു നടി നൽകിയിരുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള പീഡന പരാതി, അത് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില ചലച്ചിത്ര താരങ്ങൾക്കെതിരെ നൽകിയ പരാതിക്കൊപ്പമായിരുന്നു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയും പരാതി ഉയർന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് പദവിയുടെ രാജിയിലേക്ക് വരെയും കാര്യങ്ങളെത്തുന്നു. പിന്നീട് ഈ നടി പരാതിയെല്ലാം പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്താണ് വ്യക്തമാക്കുന്നത്? ഈ പീഡന പരാതി വ്യാജമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയാണ് നടി തന്നെ പീഡനത്തിന് ഇരയാക്കി, അതുപോലെ മറ്റൊരു നിർമ്മാതാവിൻ്റെ മുറിയിലേക്ക് തന്നെ കടത്തിവിട്ടു എന്നുള്ള പരാതിയുമായി ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയത്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഈ നടി നൽകിയത്, ആലുവ സ്വദേശിനിയായി ഈ നടി നൽകിയത് 7 പരാതിയാണ്. മുകേഷ് MLA, ജയസൂര്യ, അതുപോലെ ഇടവേള ബാബു, ബാലചന്ദ്രമേനോൻ തുടങ്ങി നിരവധി നടന്മാർക്കെതിരെ പരാതി നൽകുന്നു. ഈ പരാതിയിൽ നിന്നുള്ള അന്വേഷണത്തിനിടയിലാണ്
അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയും പരാതി നൽകുന്നത്. ആ സമയത്ത് അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഈ പരാതിയെ തുടർന്ന്, പീഡന പരാതിയെ തുടർന്ന് അദ്ദേഹത്തിന് ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. വളരെയേറെ ചർച്ച ചെയ്തൊരു കേസ് തന്നെയാണ്. ആ കേസിലാണ് SIT കണ്ടെത്തിയിരിക്കുന്നത് പരാതി വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ കണ്ടെത്തലിനെ തുടർന്ന് നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ നടി ഈ പരാതികളെല്ലാം പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും പരാതി വ്യാജം എന്നുള്ള കണ്ടെത്തലാണ് പോലീസിൻ്റേത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ അന്വേഷണ സംഘം SIT ഹാജരാക്കിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടായേക്കുമോ എന്നുള്ളത് ഇക്കാര്യത്ത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പരാതി വ്യാജ പരാതിയാണ്, വ്യാജ പീഡന പരാതിയാണ് നടി നൽകിയിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഒരു ഇടം എന്നുള്ള നിലയിൽ, അത്തരം ഒരു അവസരം എന്നുള്ള നിലയിലുള്ള സാഹചര്യത്തെ എല്ലാം ദുരുപയോഗപ്പെടുത്തി എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നിരവധി സാഹചര്യങ്ങൾ, നിരവധി ഈ നടന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ആരോപണങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയ സാഹചര്യമായിരുന്നു ഈ പരാതിയുമായി ബന്ധപ്പെട്ട 7 പരാതികളായിരുന്നു ഇവർ നൽകിയിരുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യമായിരുന്നു ഈ നടന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. MLA മുകേഷ് ആകട്ടെ, അതല്ലെങ്കിൽ ജയസൂര്യ ആകട്ടെ, ബാലചന്ദ്ര മേനോനാകട്ടെ, തുടങ്ങിയ ഇടവേള ബാബു ആകട്ടെ, തുടങ്ങിയ ആളുകൾക്കൊക്കെ എതിരെയും ഇവർ പരാതി ഉന്നയിച്ചിരുന്നു. ആ ഒരു പരാതിയിൽ ഒക്കൊപ്പമാണ്, 7 പരാതികൾക്കൊപ്പമാണ്. തീർച്ചയായും അതുതന്നെയാണ് കാരണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്ന് കൊട്ടിഘോഷിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു, ഇരകൾക്ക് നീതി കിട്ടുമെന്നൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആ അന്വേഷണങ്ങളെല്ലാം എങ്ങുമെത്താത്ത സാഹചര്യമായി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഈ താരങ്ങൾക്കെതിരെ, സിനിമാ താരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന എല്ലാ പരാതികളുമേലുള്ള അന്വേഷണവും അവസാനിപ്പിച്ച മട്ടല്ലേ ആജ്ഞ? ഏതാണ്ട് അങ്ങനെ തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ചും ടോം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷമാണ് സിനിമാ മേഖലയിലെ ഇത്തരം ലൈംഗിക അതിക്രമങ്ങളും തൊഴിൽ പീഡനങ്ങളും അഡ്രസ് ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3-അംഗ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ജസ്റ്റിസ് ഹേമയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി ആയിരുന്നു. ആ കമ്മിറ്റിക്ക് മുൻപാകെ ഈ സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾ, നിരവധി സ്ത്രീകൾ തങ്ങൾക്ക് നേരിടുന്ന സാഹചര്യങ്ങളൊക്കെ, ഇത്തരം ലൈംഗിക അതിക്രമങ്ങളാകട്ടെ, തൊഴിൽ പീഡനങ്ങളാകട്ടെ, ഇതൊക്കെ കമ്മീഷന് മുൻപാകെ പറയുകയും ചെയ്ത സാഹചര്യം. പക്ഷെ അപ്പോഴൊന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യത്തിൽ അന്നൊക്കെ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്നുള്ള ഇതോടുകൂടിയായിരുന്നു, ഉറപ്പോടുകൂടിയായിരുന്നു കമ്മിറ്റിക്ക് മുൻപാകെ ഇവരൊക്കെ തുറന്നു പറച്ചിൽ നടത്തിയിരുന്നത്. പക്ഷെ തുടർന്ന് വിവരാവകാശ വഴി ഇത് ആവശ്യപ്പെടുകയും അതേസമയം പരാതിക്കാരുടെ പേരുകളൊക്കെ മറച്ചുവെച്ച് നൽകാൻ, വിവരാവകാശ പ്രവർത്തകർക്ക് ആവശ്യപ്പെട്ടവർക്ക് നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രാധാന്യം വരുന്നതും. അതേസമയം ഈ കമ്മിറ്റിക്ക് മുൻപാകെ പരാതി ഉന്നയിച്ചിട്ടില്ലാത്ത ആളാണ് ഈ ആലുവ സ്വദേശിനിയായ നടി. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും, അതായത് ഹേമ കമ്മിറ്റി രൂപീകരിച്ച് അതിനു മുന്നിൽ പരാതികൾ കേട്ട ശേഷം ആ പരാതികളുടെ ഒരു ക്രോഡീകരണമൊക്കെ കഴിഞ്ഞ ശേഷവും അതിനൊക്കെയും ഇടയിൽ പോലും പരാതി നൽകാത്ത ഒരു സ്ത്രീയായിരുന്നു ഈ പരാതിക്കാരി എന്നുള്ള ആരോപണം ആ സമയം മുതലേ വളരെ ശക്തമാണ്. അവരെന്തുകൊണ്ട് ആ സാഹചര്യത്തിൽ പറഞ്ഞില്ല? പക്ഷേ ഇത്തരം ഒരു അവസരം അവർ മുതലെടുക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ വിവിധ ആളുകളുടെ, വിവിധ വിമർശകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ 7 പരാതികൾ അവർ നൽകിയിരുന്നു. നടൻ ജയസൂര്യക്കെതിരെ, അല്ലെങ്കിൽ MLA മുകേഷ് MLAക്കെതിരെ, അതുപോലെ ഇടവേള ബാബുവിനെതിരെ, ബാലചന്ദ്ര മേനോനെതിരെ, ഇങ്ങനെ ഈ ചന്ദ്രശേഖരനെതിരെ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ, അങ്ങനെ 7 പരാതികളായിരുന്നു അവർ നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കോടതിക്ക് മുൻപാകെയും അന്വേഷണ സംഘത്തിന് മുൻപാകെയും നിരവധി തവണ ഈ നടന്മാരും പരാതിക്കാരിയും ഹാജരാകുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ എന്നിരുന്നാലും ടോം സൂചിപ്പിച്ചതുപോലെ പരാതി പിൻവലിക്കുന്ന സാഹചര്യമായിരുന്നു പിന്നീട് ഉണ്ടായത്. അത്തരം ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വന്നുള്ള പരാതികളൊക്കെ അതിലൊന്നും നടപടി എടുക്കാതെ, അതല്ലെങ്കിൽ അത് അത്തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോയിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഈ പരാതി വ്യാജമാണ് ആലുവ സ്വദേശിന് നൽകിയിരുന്ന പരാതി, പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതി, അതായത് ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ നൽകിയ പരാതി വ്യാജമെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം വിഴിഞ്ഞം വെണ്ണിയൂരിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 17 പവനും 1 ലക്ഷം രൂപയും കവർന്നു. മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഗിൽബർട്ടിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്.
അടുത്ത ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി വീട്ടുകാർ പോയിരുന്ന സമയത്തായിരുന്നു മോഷണം. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, വീട്ടുകാർ സ്ഥലത്തില്ലാത്ത, അതായത് ഒരു മരണാനന്തര ചടങ്ങുകൾക്ക് പുറത്തുപോയ സമയത്ത് വീട്ടിൽ കവർച്ച നടക്കുന്നു. 17 പവനും 1 ലക്ഷം രൂപയും കവരുന്നു. ഈ വീടുമായി അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ വീട്ടുകാരെക്കുറിച്ച് കൃത്യമായി പരിചയമുള്ള ആളുകൾ തന്നെയായിരിക്കുമോ ഈ കവർച്ചയ്ക്ക് പിന്നിൽ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിഴിഞ്ഞം പോലീസ് സംശയിക്കുന്നതും അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ വിഴിഞ്ഞം വെങ്ങാനൂരിലെ വെണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഗിൽബർട്ടിന്റെ വീട്ടിൽ മോഷണം നടക്കുന്നത് പുറലോകം അറിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗിൽബർട്ടിന്റെ സഹോദരി പുത്രൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. അപ്പോൾ ഈ കുടുംബം, അതായത് ഗിൽബർട്ടിന്റെ ഭാര്യ വിമലകുമാരിയും ഈ സഹോദരിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ രാത്രി ഇവരുടെ വീട്ടിൽ തിരിച്ചെത്തുകയാണ് പതിവ്. ഒപ്പം മകൻ ബെൻസൺ ഇവിടെ ഇല്ല, അയാൾ ജോലി സംബന്ധമായ അഞ്ചലിലാണ് താമസം. അങ്ങനെ ഇരിക്കെ ഇന്ന് രാവിലെ വന്നപ്പോഴായിരുന്നു വീടിന്റെ മുൻവാതിൽ തുറന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. പക്ഷേ സംശയം തോന്നിയ വീട്ടുകാർ അകത്ത് പോയപ്പോൾ പുറം വാതിൽ ഉൾപ്പെടെ തുറന്നിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. വീടിന്റെ അലമാരകളെല്ലാം കുത്തി തുറന്ന് എല്ലാം വലിച്ചു വാരിയിട്ടിരുന്ന ഒരവസ്ഥയായിരുന്നു. ഇതിൽ ഗൗരവമായി അന്ന് ഉയർന്ന ഒരു വിഷയം ഉയർന്നത്, ഈ വീട്ടിൽ 90 പവനോളം സ്വർണ്ണമുണ്ടായിരുന്നു. അതായത് ഗിൽബർട്ടിന്റെ മുറിയിൽ, മുകളിലത്തെ മുറിയിൽ 90 പവൻ സ്വർണം സൂക്ഷിച്ചിരുന്നു. ഇതുൾപ്പെടെ പോയി എന്നുള്ളതായിരുന്നു ആദ്യം ഗിൽബർട്ട് മൊഴി നൽകിയിരുന്നത്. തുടർന്ന് ഗിൽബർട്ടിന്റെ മകൻ ബെൻസൺ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ആ സ്വർണം നഷ്ടപ്പെട്ടില്ല. വിമലകുമാരിയുടെ 17 പവനും 1 ലക്ഷം രൂപയുമാണ് താഴത്തെ മുറിയിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അതേസമയം മോഷ്ടാക്കൾ മകന്റെ മുറിയിൽ എത്തിയിരുന്നെങ്കിലും, അതായത് ബെൻസന്റെ മുറിയിൽ എത്തിയിരുന്നെങ്കിലും അലമാരയുടെ താഴെ തട്ടിൽ സൂക്ഷിച്ചിരുന്ന അറ തുറക്കാത്ത കാരണമാണ് ആ സ്വർണം നഷ്ടപ്പെടാത്തത്. അല്ലെങ്കിൽ മറ്റൊരു വാർത്തയിലേക്കാണ്. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. 1-ാം പ്രതി ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി. തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതിന്റെ കേന്ദ്രം പറവൂരും തിരുവനന്തപുരവുമാണ്. കോൺഗ്രസ് തന്നെയാണ് വിവാദങ്ങൾക്ക് പിന്നിൽ. പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും KN ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. അല്ല, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രചാരകരായിട്ട് വന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഒട്ടേറെ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ആ വിവരങ്ങളൊക്കെ ഞാൻ പോലീസിന് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വ്യക്തമാക്കുന്നത് ശരിയല്ല, അത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പറയാം. അല്ല, അത് അവരല്ലേ നമുക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളാണ് അത് വ്യക്തമാക്കേണ്ടത്. എൻ്റെ മേലൊരു ആരോപണം ഉന്നയിക്കപ്പെടേണ്ട അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ഞാൻ. ഗൂഢാലോചന ഉണ്ടല്ലോ, ഇത് ഗൂഢാലോചനയുണ്ട്, ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാകാം. അതൊക്കെ എന്താണെന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് തീർച്ചയായിട്ടും വ്യക്തമാകും. ആലോചനയുടെ കേന്ദ്രമൊക്കെ ഈ നമ്മുടെ ജില്ലയിലും പറവൂരും തിരുവനന്തപുരത്ത് ഷാജഹാൻ്റെ കേന്ദ്രമൊക്കെ ആയിട്ടായിരിക്കുമല്ലോ. പക്ഷേ ഇത് ഏറ്റെടുക്കുന്നത്, സൈബർ ആക്രമണത്തിൻ്റെ പ്രത്യേകത പിന്നീട് ഏറ്റെടുക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എന്ന് കരുതപ്പെടുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ എതിർ രാഷ്ട്രീയം, വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ പിന്നെ ഇത് ഏറ്റെടുക്കുമല്ലേ. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, 1-ാം പ്രതി ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ്, ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി പോലീസിനോട് ഈ സൈബർ അധിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഇതിൽ പോലീസിൻ്റെ നടപടികൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്? നിലവിൽ എത്ര പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരുന്നത്? ഗോപാലകൃഷ്ണന് പുറമെ മറ്റ് പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ പോലീസിന് നോട്ടീസ് നൽകിയിട്ടുണ്ടോ? ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് എറണാകുളം സെഷൻസ് കോടതിയാണ് പോലീസിനോട് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് തേടിയിരിക്കുന്ന സാഹചര്യമുണ്ടായത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതായത് KJ ഷൈൻ്റെ പേര് താൻ സമൂഹ മാധ്യമങ്ങളിൽ എവിടെയും പ്രയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് താൻ തെറ്റും ചെയ്തില്ല. പക്ഷേ ഇത്തരത്തിലൊരു പരാതിയും, അത് പ്രത്യേകിച്ചും ലൈംഗിക അധിക്ഷേപ പരാതി ആയതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഭയന്നിട്ട് തന്നെയാണ്, അത് അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് താൻ
മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത് എന്നാണ് ഗോപാലകൃഷ്ണൻ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെയാണ്. അതേ തുടർന്നാണ് ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ തുടങ്ങിയപ്പോഴാണ് അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോലീസിനോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യാപേക്ഷ തനിക്ക് നൽകേണ്ടുന്ന ആവശ്യകത അല്ലെങ്കിൽ താൻ ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ KG ഷൈനെതിരെ നടത്തിയിട്ടില്ല എന്നുള്ള വാദമുഖമാണ് ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഗോപാലകൃഷ്ണന്റെ ഭാര്യയും പരാതി നൽകിയിട്ടുണ്ട്. വൈപ്പിൻ MLA പറയുന്നത് ഇങ്ങനെയാണ്: ഗോപാലകൃഷ്ണന്റെ ഭാര്യയ്ക്കെതിരെ ആരും സൈബർ ആക്രമണം നടത്തിയിട്ടില്ല. അതേസമയം ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിന് മറുപടി എന്നുള്ള നിലയിൽ ഗോപാലകൃഷ്ണനെതിരെ സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടാകാം. അതൊരു സ്വാഭാവിക പ്രതികരണമായിട്ട് കണക്കാക്കിയാൽ മതി. പക്ഷേ ഗോപാലകൃഷ്ണന്റെ ഭാര്യയെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് അവർ പരാതി നൽകിയതെന്ന് അറിയില്ല. അങ്ങനെയാണ് അത് പ്രത്യേകിച്ചും ഇതിന്റെ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് വൈപ്പിനല്ല, തിരുവനന്തപുരവും അതുപോലെ പറവൂരുമാണ് എന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ MLAയും വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ മറ്റു പ്രതികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഷാജഹാൻ ഉൾപ്പെടെയുള്ള പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള നീക്കത്തിൽ തന്നെയാണ്. അതിനുശേഷം അതായത് 3 ദിവസത്തിനു ശേഷം പോലീസ് ഗോപാലകൃഷ്ണന്റെ കേസിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത് പണിഷബിൾ ഓഫൻസ് ആണ്. അത് ജാമ്യമില്ലാത്ത കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഗോപാലകൃഷ്ണന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക. സ്പോട്ട് ലൈവ് പൂർണ്ണമാകും. നമസ്കാരം.